സാറേ ഇപ്പൊ ഇങ്ങോട്ട് വരാനും സാറിനോട് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഈ ജന്മത്തിന് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതെന്ത് പറ്റി? കൊറേ പോലീസ് ഉണ്ട്. അതെന്തിന്? നേരം പോവല്ലെന്ന് കരുതി ഹർത്താലുകാരുടെ കൂടെ അങ്ങനെ കൂടി. ഒരു വണ്ടി ഇങ്ങോട്ട് വന്നപ്പോ എല്ലാവരും കല്ലെടുത്ത കൂട്ടത്തിന് ഒരാവേശം കൊണ്ട് ഞാൻ എടുത്തു. അവര് എറിയോന്ന് കരുതി ഞാനൊരു ഒറ്റ ഏർ വെച്ച് കൊടുത്തു. ആ ദുഷ്ടന്മാർ എറിഞ്ഞില്ല, എന്റെ ഏർ കൃത്യമായിട്ട് കൊള്ളുകയും ചെയ്തു. പക്ഷെ അതൊരു പോലീസ് വണ്ടി ആയിരുന്നു. ബെസ്റ്റ് അല്ല ഉന്ന. എന്തോന്ന് ബെസ്റ്റ്? അവരെന്റെ തൊട്ടു പിന്നാലെ ഉണ്ട്. അവരിങ്ങോട്ട് കയറ്റിവിടരുത്. പുറത്ത് പോലീസ്, അകത്ത് വെള്ളമില്ലാത്ത താമസക്കാർ. ആരുടെ കയ്യിൽ കിട്ടിയാലും സാറിന്റെ കാര്യത്തിൽ തീരുമാനമാകും. ശവത്തിനാണെങ്കിൽ എന്തൊരു വെയിറ്റ്. എന്താണ് തിന്നുന്നത്? കണ്ട പിന്നെ തീർന്നിട്ടവിടെ എക്സ്ക്യൂസ് മീ, എന്താ കുട്ടിയുടെ പേര്? ഏത് ഫ്ലാറ്റിൽ വന്നതാ? എന്തെങ്കിലും ഒന്നും മിണ്ടുന്നേ. ഇത് പണിയാവൂട്ടോ. പോയി. അടച്ചോടാ അടച്ചോടാ അടച്ചോടാ. ദൈവമേ, കുട്ടി അയ്യോ അനക്കില്ലല്ലോ. തീർന്നു. എന്തിനാ നിങ്ങൾ ഈ കുട്ടിയെ? അയ്യോ ഞങ്ങളല്ല കുഞ്ഞാ, ഈ തങ്കരാജ. ഞാനോ? ഞാനെന്ത് ചെയ്ത്? ഇയാളല്ലേ പൊട്ടപ്പകൽ വരാന്തയിൽ വെച്ച് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ നോക്കിയേ? എന്താ ഈ പറയുന്നത്? ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാ? ഞാനാ ടൈപ്പ് അല്ല. വേണമെങ്കിൽ എന്റെ ഭാര്യനോട് ചോദിച്ചു നോക്ക്. എന്താ സാറേ, എന്ത് ചെയ്യും? എന്റെ പൊന്നു കുഞ്ഞാ, നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. ആ കൊച്ചു മേത്തേക്ക് വീണപ്പോ ഞാനൊന്ന് കയറി പിടിച്ചതാ. കണ്ടോ കണ്ടോ, കേറി പിടിച്ചോന്ന്. അയ്യോ, ആ പിടുത്തം അല്ല. എന്ത് പിടുത്താലും താൻ കയറി പിടിച്ചോ? ഞങ്ങൾ കണ്ടതാ. എല്ലാരും കൂടി ഒരു പെണ്ണിനെ ഉന്തിത്തള്ളി താഴോട്ട് കൊന്നിട്ട് കിടന്ന ഓലയിടുന്നോ? എല്ലാരും റെഡി ആയിക്കോ, പോലീസ് വണ്ടി ഇപ്പൊ വരും. കുഞ്ഞാ, എന്ത് കുഞ്ഞാ? എന്നെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. കുഞ്ഞാ ഞങ്ങള് ഇതിന്റെ ഇടയിൽ ഒരു ഞങ്ങളും ഇല്ല നിങ്ങളും ഇല്ല, എല്ലാരും പെട്ടു. കണ്ണടക്കടി. നല്ല പുലി പോലെ പോയവൾ എലിപ്പല തിരിച്ചു വന്നിരിക്കുകയാണല്ലോ. ഇതിലെന്തോ ഉണ്ടല്ലോ. വലതും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്നാ ഇവിടെ ഇരിക്കും. ഇവിടെ ആ, എന്താ ഇതിൽ ഇരിപ്പ് ഉറക്കത്തില്ലേ? തല്ലാനാണോ? അല്ല. എന്നാ എപ്പ ഇരുന്നെന്ന് ചോദിച്ചാ പോരെ. എന്താ മീര? എന്താ മീര? വാതിലടിക്ക്, വാതിലടിക്ക്, ലോക്ക് ചെയ്യ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇത്രയൊക്കെ മനസ്സിലാക്കിയാ മതി. ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല. ഇതാ ഞാൻ പറഞ്ഞത്, നീ ഇവിടെ താമസിച്ചോ, ഞാൻ പൊക്കോളാണ്. നിങ്ങൾ എങ്ങും പോകുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് പേടിയാ. നീ എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചത്? നിങ്ങളല്ലാതെ ഇവിടെ വേറെ ആരോ ഉള്ളേ? നിനക്കിത് എന്ത് പറ്റി? നീ വല്ലതും കൊണ്ട് പേടിച്ചോ? തീ വെച്ച് ചായ എടുക്കട്ടെ സുധാകരേട്ടാ? നീ അതെ,
ചട്ടിയും കലം ഒക്കെ ആവുമ്പോ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും. എന്ന് വെച്ച് സുധാകരൻ എണ്ണ ഇട്ടേച്ച് ഞാൻ അങ്ങനെ പോവോ? എന്റെ കൃഷ്ണ, സുധാകരേട്ടനെ കാത്തോളണേ. സുധാകരേട്ടൻ വാ, ചായയല്ല ബൂസ്റ്റ് എന്നെ കൊടുക്കണം. എന്റെ കൃഷ്ണ, നീ 16,008 ഭാര്യമാര് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു? ഞാനിവിടെ ഒരെണ്ണത്തിനെ തന്നെ. സുധാകരേട്ടാ, boost ready. അപ്പ എങ്ങനെ കിടത്തിയാ മതിയോ? ആത്മാനെ മുറി കിടത്തി കഷ്ടപ്പെടാൻ നിൽക്കാതെ സ്വർഗത്തിലേക്ക് അയക്കണ്ടേ നമുക്ക്? തങ്കം, നീ എന്താ ഈ നോക്കുന്ന? അല്ല, ആത്മാവ് ഈ വഴിയെങ്ങാനും പോയെന്നറിയാൻ വേണ്ടി നോക്കിയതാ. ചേട്ടൻ പറയുന്നതും കേട്ട് അപ്പാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് ഇവിടെ ഇരുന്നാ മതിയായിരുന്നു. ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിക്കുവോ ആവോ? ഏതിന്റെ പേരില്? അല്ല, നമ്മുടെ അപ്പാടെ കാര്യായിരുന്നേ. എത്ര നേരമായി പാവം ഇങ്ങനെ കിടക്കുന്നു. മരിച്ചാലും ഒരു മനുഷ്യനല്ലേ? തങ്കം, നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. പോട്ടെ പോട്ടെ. അപ്പാ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടാ? അപ്പം പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോ ഞാൻ തന്നെ നമ്മുടെ കാറിൽ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. അവര് കാരണം അവര് വിശ്വസിച്ചോളും. പക്ഷെ ഇവളെന്തിനാ ഇങ്ങനെ നിന്ന് പോലീസ് അന്വേഷിക്കൂലേ? അപ്പൊ തന്നെ അറിയാം ഇവളെ സുന ആപ്ലിക്കേഷൻ ഉണ്ടെന്നാണ്. മാത്രമല്ല പോലീസ് നയം മണത്ത് വരുന്നത് ഇങ്ങോട്ടായിരിക്കുള്ളൂ. എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ പോലെ ഒന്നല്ല. മണപ്പിച്ചോക്കിലെ സുനാപ്ലിക്കേഷൻ എടുത്തിട്ട് കൈ വെച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യും കുഞ്ഞേട്ടാ നമ്മള്? ഇനി ഒറ്റ വഴിയുള്ളൂ, കുറ്റം ആരെങ്കിലും ഏക്കണം. ആരേക്കാൻ? നിങ്ങൾ 4 പേരില്ലേ, നന്നായിട്ട് ആലോചിക്ക്. വന്നേ. പിന്നൊരു വഴിയുണ്ട്. ഒരാളെ കണ്ടെത്തണം കുറ്റമേക്കാൻ. അതിനൊരു മിനിമം ഒരു 5 ലക്ഷം രൂപ ചെലവുണ്ട്. അല്ല, അതിപ്പോ ഒന്നും പറഞ്ഞ് ആലോചിക്കാനുള്ള സമയമൊന്നുമില്ല. ജയില് വേണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചു. അല്ല, എന്നാ പിന്നെ ശരിയാക്കാം. എന്തിനാണ് 5 ലക്ഷം രൂപ പോയി? ഒറ്റൊരുത്തര കുഞ്ഞ, അത് നീ തന്നെ ഒരു തീരുമാനം പറ. വഴി ഞാൻ പറയാം, പക്ഷെ കുറച്ച് കാശിലുമുണ്ട്. കാശ് നോക്കണ്ട, നീ കാര്യം പറ. കുറ്റവെക്കാൻ തയ്യാറുള്ള ഒരാളെ കണ്ടെത്തണം. അല്ല, അതെങ്ങനെ നടക്കും? അതേ ഞാൻ നോക്കിക്കോളാം, പക്ഷെ കാശ് അത് ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ ഭർത്താക്കന്മാരെ അറിയരുത്. അതേ ഞാൻ നോക്കിക്കോളാം. റിസ്കാ. കുഞ്ഞൻ വിചാരിച്ച് നടക്കാത്ത കാര്യമുണ്ട്. സുഖിച്ച് സുഖിച്ച്. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്താനെ? അപ്പാവി മോനെ, നീ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. എടാ, നീ ഇങ്ങനെ നിന്ന ഞാൻ ചങ്ക് ഓടിച്ചാകും. എല്ലാം സഹിക്കാനുള്ള ഒരു കരുത്ത് സാറിനുണ്ടാവണം. ചതിച്ചോ? താഴെ പോലീസുകാർ വന്നോ? പോലീസ് വരും, കൊണ്ടുപോകും, ജയിലിലടയ്ക്കും, ഒടുവിൽ തൂക്കിക്കൊല്ലും. എന്നെ തൂക്കിക്കൊല്ലുമ്പോ എന്റെ കുടുംബം അനാഥാവെന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. കുഞ്ഞനെ തൂക്കിക്കൊല്ലുന്നതിന് സാറിന്റെ കുടുംബം അനാഥാന്ന് എങ്ങനെയാ? കുഞ്ഞനെ അപ്പൊ എന്നെയല്ലേ? നീ ഒന്ന്, ഞാൻ പറഞ്ഞ് ഒരു വിധത്തിൽ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. എന്ത്? അവൻ കുറ്റമേറ്റോളാവുന്ന. കുഞ്ഞാ, എന്താ വേണ്ടേ? സന്തോഷം കൊണ്ട് വിളിച്ചതാ. എനിക്കറിയാം, അവൻ ത്യാഗീവരനാണ്, ത്യാഗീവരൻ. പിന്നെ കോപ്പ നല്ല ചോളയെണ്ണി കൊടുക്കണം, ദുട്ട. എന്റെ ഒരു സന്തോഷത്തിന് ഒരു 50,000 രൂപ അവന് ഞാൻ കൊടുക്കും. അവന് സന്തോഷമാവട്ടെ. 50,000 ഉലുവയോ 5 ലക്ഷമോ അതിന്റെ GST കൊടുക്കണം. കാശ് റെഡിയാക്കി വെച്ചോ, ഞാൻ ഒരു റൗണ്ട് അടിച്ചിട്ട് വരട്ടെ. അപ്പോഴൊക്കെ ഞാൻ എന്റെ കിഡ്നി ഓയിലിടാം. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പോകാതിരിക്കില്ല. അതിലും നല്ലത് ഓടയിലിരുന്നു. അതെ മക്കളെ, നിങ്ങളുടെ കുഞ്ഞേട്ടൻ തന്നെ. ആ വലിയ മനസ്സ്, അതിനു മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കണം. വലിയവനാ കുഞ്ഞേട്ടൻ, വലിയ കുഞ്ഞേട്ടൻ. എന്റെ ജയിൽ ദൈവങ്ങളെ കാത്തോളണേ. പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്കും. നമ്മുടെ കുഞ്ഞിനോ? അതെ, അവൻ
അവൻ ഒരുപാട് പേരെ വിളിച്ചു, ഏക്കാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം കുഞ്ഞിനത് ഏക്കാവുന്ന തീരുമാനിച്ചു. കുഞ്ഞാ, നീ ഇത്ര വലിയനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലടാ. നിങ്ങൾക്ക് ഇത്ര സങ്കടമാണെങ്കിൽ ഞാനോട് വേണ്ടാന്ന് പറഞ്ഞേക്കാം. ഒരു ചവിട്ടുന്നതാണല്ലോ. ഞാനൊരു സെന്റ് ഇട്ടപ്പം നീ അതിന് മേലെ കയറി പിടിക്കുന്നോ? അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കുഞ്ഞ പാവുക, ഞങ്ങളുടെ മുത്ത അല്ല മക്കളെ. എന്നിട്ട് കുഞ്ഞനെവിടെ? അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഞങ്ങൾക്ക് കാണണം. കരയുന്നതോ? വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ കാണണ്ട. ആദ്യം കാശ് എടുത്ത് വെച്ചിട്ട് വാ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. കുഞ്ഞിനവിടെ ചങ്ക് തകർന്നിരിക്കുക. പിന്നെ കാശിത്തിരി കനത്തിലെടുത്ത് വെച്ചു, സങ്കടം കുറയും. ഡാഡി ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? ആൾക്കാർ മുഴുവൻ അന്വേഷിച്ച് നടക്കുക. നിന്റെ അമ്മ അന്വേഷിച്ചോടി? ഇല്ല. ആശ്വാസമായി. അയാള് വന്നോ മോളെ? അതെ, അച്ഛൻ വന്നത് അമ്മ അറിഞ്ഞു തോന്നുന്നു. എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക്. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോലെ. എന്താ ഒന്നുമില്ല, ഒന്നുമില്ലാന്ന്. നിന്റെ മോൻ കണ്ടറിയാലോ എന്തോ കുഴപ്പമുണ്ടോ? ഒന്നുമില്ലാന്ന്. ടാങ്കർ വന്നു, വെള്ളം വന്നു. വെള്ളത്തിന്റെ ടാങ്കല്ലേ, വാട്ടർ ടാങ്കൊന്നും അല്ലല്ലോ. ആദ്യം മോളെ ഇനി കണ്ണോർന്നു. നിന്റെ ബോഡിയിൽ ഒരു ടച്ച് ചെയ്തൊന്നുമില്ലല്ലോ അല്ലേ? ഓ പിന്നെ എന്റെ ഡെഡ് ബോഡി കണ്ട് പേടിച്ച് നിൽക്കുന്നവന്മാരെ എങ്ങനെ എന്റെ ബോഡി ടച്ച് ചെയ്യുന്നേട്ടാ? അപ്പൊ നിന്റെ ക്യാഷ് രാവിലെ തന്നെ അക്കൗണ്ടിൽ ഇട്ടോ? എനിക്ക് അക്കൗണ്ട് ഇല്ല. അപ്പൊ അവിടെ കാശ് ഞാൻ ഇപ്പൊ തന്നെ വരും. സുരേ, ബാബാ. ഞാൻ ഫിറ്റ് ഒന്നും അല്ല. സുരേ, ഇവളോട് പരിപാടിക്ക് വന്നതാ. 2.5 അടിച്ചപ്പോ ഫിറ്റായി പോയി. ഇവളൊന്ന് പള്ളിമുക്കിലാക്കി വിട്ടേക്കണം കേട്ടോ. ഇവളെ കണ്ടിട്ട് നല്ല ആട്ടം ഉണ്ടല്ലോ. ഈ ആട്ടം കണ്ടിട്ട് നീ ആടാ നിക്കണ്ട, വണ്ടി തോട്ടി പോവും. ചെല്ലല്ലേ എന്നെ പിടിക്കൊന്നും ആടേ. ഇണക്കുരുവികളെ പോലെ രണ്ടും കൂടി കുണുങ്ങി കുണുങ്ങി പോന്ന പോക്ക് കണ്ടോ? അവനെ വിശ്വസിക്കാമോ? അവനെ വിശ്വസിക്കാം. എനിക്ക് അവളെയാണ് പേടി. എന്താണോ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഇതെവിടെ എത്തി? ഹൈക്കോടതി ജംഗ്ഷൻ. ഇവിടെ മതി, വണ്ടി നിർത്തുക. അപ്പൊ ശരി. ലിഫ്റ്റ് പ്ലീസ്. എവിടെ പോവാ? എവിടെ പോണം? കച്ചേരിപ്പടി വരെ. അതിനെന്താ, കേറിക്കോ. ഇങ്ങോട്ട് കേറ്.